ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ്. അതായത് സൗദി അറേബ്യയിൽ ആദ്യമായി പോകുന്നവർക്കും അവിടെ ചെന്ന് ഇറങ്ങിയിട്ടുള്ളവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ മെയിൻ ടോപ്പിക് കിവ പോർട്ടൽ. ചിലരെങ്കിലും ഇതേക്കുറിച്ച് കേട്ട് കാണും. എന്താണ് കിവ പോർട്ടൽ എന്നും അതുവഴി എന്തൊക്കെ അറിയാൻ പറ്റുമെന്നും അതുവഴി കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുമുള്ള ചെറിയൊരു ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് എന്താണ് കിവ പോർട്ടൽ എന്ന് നോക്കാം. തൊഴിലാളിക്കും തൊഴിലുടമക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതിനായിട്ട് സൗദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് വികസിപ്പിച്ചെടുത്ത ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കിവ പോർട്ടൽ. ഈ ഒരു പോർട്ടൽ പൂർണ്ണമായും സൗദി മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒന്നാണ്. ഇനി കിവ പോർട്ടൽ വഴി എന്തൊക്കെ അറിയാം, ചെയ്യാം, ചെയ്യരുതെന്ന് ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. തൊഴിലാളിക്ക് അവരുടെ കോൺട്രാക്റ്റ് കാലാവധി എത്രയുണ്ട്, കാലാവധി കഴിഞ്ഞോ എന്നും സ്വയമായി തന്നെ അവർക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ പുതുതായി സൗദി അറേബ്യയിൽ വന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ കിവ പോർട്ടൽ വഴി കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജോലി സംബന്ധമായി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക. അതുവഴി വരുന്ന OTP ഷെയർ ചെയ്യുക. കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ജോലിയല്ല, കണ്ടീഷൻസ് ഒന്നും പറ്റുന്നില്ല എങ്കിൽ പ്രൊബേഷണൽ പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ടെർമിനേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിനുള്ളിലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇതൊന്നും നോക്കാതെ തന്നെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുള്ള ജോലികളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ജോലി വഴി നിങ്ങൾക്ക് കണ്ടീഷൻസ് ഒന്നും പറ്റുന്നില്ല എങ്കിൽ ജോലി നിർത്തുകയോ നാട്ടിൽ പോകണം എന്ന് നിർബന്ധം പിടിക്കുകയോ ചെയ്യുമ്പോൾ തൊഴിലുടമ പറയുന്ന സെക്യൂരിറ്റിയോ കോമ്പൻസേഷനോ കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ല എങ്കിൽ റിജക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചില കമ്പനിയോ തൊഴിലുടമയോ കമ്പനി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും സ്റ്റാഫുകളോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും പറയാതെ തന്നെ നിങ്ങളോട് സൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായി ചോദിച്ചതിന് ശേഷം കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.